മഞ്ഞുവിളാകം ജയൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയൻ, മോൻസൺ മാങ്ങിൽ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് K. സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ ഈ ഒരു വാർത്തയോട് പ്രതികരിക്കുന്നു? അല്ല, ഇത് നമുക്കറിയാമല്ലോ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അറിയാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ സുധാകരനെതിരെ എടുത്ത കേസ് ഇവിടെ നമുക്കറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മൂടിവെക്കാൻ വേണ്ടി മനഃപൂർവ്വം സുധാകരനെയും VD സതീശനെയും പ്രതികളാക്കി കേസെടുത്ത് കേരളത്തിൽ പുകമറ സൃഷ്ടിക്കാനാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ജാമ്യം വെച്ച് സുധാകരന് ജാമ്യത്തിൽ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വ്യക്തമായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റിനെതിരെ എടുത്ത ഒരു തീരുമാനം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും ഇന്നും നാളെയുമായി കരിദിനമായി ആചരിക്കുമെന്ന് മാത്രമല്ല, എന്ത് വില കൊടുത്തും ഇടതുപക്ഷം അധികാരത്തിൽ രണ്ടാമത് വന്നതിന്റെ ഹുങ്കാണ് കേരളത്തിൽ ഇന്നേ വരെ ചരിത്രത്തിലില്ലാത്ത സംഭവങ്ങളാണ് രാഷ്ട്രീയപരമായി മുന്നിൽ നിൽക്കുന്നവരെ തേജോവധം ചെയ്യാൻ KPCC പ്രസിഡന്റിനെയും VD സതീശനെയും ലാക്കാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയുന്നു. സുധാകരനും VD സതീശനുമെതിരെ കേസെടുത്താൽ പോലും CPM-നെതിരെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന്, AI ക്യാമറയിൽ നിന്ന്, ഫോണിൽ നിന്ന്, SFI-ക്കാരുടെ തട്ടിപ്പ് വ്യാജരേഖയിൽ നിന്ന് കോൺഗ്രസ് ഒരു കാരണവശാലും പുറകോട്ട് പോകത്തില്ല. സുധാകരൻ കോൺഗ്രസിന്റെ ജീവനാണ്, കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനാണ്. അദ്ദേഹത്തിന് ഒരു പോറലുണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അത് മാത്രമല്ല, ഇന്നും നാളെയും കരിദിനമായി ആചരിച്ചുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല. പിണറായി വിജയൻ ഇന്ന് വിദേശത്ത് നിന്ന് റെസ്റ്റ് എടുക്കുകയല്ല, പോലീസിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെറും പണിക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്, ജോലിക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് DSP ആരെന്നറിയാം?